പ്രപഞ്ച രഹസ്യങ്ങളെ തേടിയുള്ള മനുഷ്യന്റെ യാത്ര തുടങ്ങിയിട്ട് അധികം കാലഘട്ടങ്ങളൊന്നും ആയിട്ടില്ല. ഏകദേശം 1000 കൊല്ലം മാത്രമേ ആയിട്ടുള്ളൂ. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 90,000 ഇയേഴ്സ് എടുത്തു. കൃഷിയിൽ നിന്ന് ഇൻഡസ്ട്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 10,000 ഇയേഴ്സ്. ഇൻഡസ്ട്രിയിൽ നിന്ന് ആറ്റോമിക് പവർ ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെറും 200 കൊല്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ. ആറ്റോമിക് പവറിൽ നിന്ന് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏജ് അല്ലെങ്കിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ഏജിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് വെറും 50 കൊല്ലം മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കയ്യിൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, ഡാറ്റയുണ്ട്. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഓപ്പൺ എയുടെ ChatGPT ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട്, അതേപോലെ തന്നെ പല തരത്തിലുള്ള ഡ്രീം മെഷീൻസും ഉണ്ട്. സോ ഒരു കാലഘട്ടത്തിൽ ഗൂഗിൾ വളരെ ഡോമിനൻ്റ് ആയിട്ട് നിന്നിരുന്ന ഒരു ഫീൽഡാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന കാര്യത്തിൽ. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. പണ്ട് നമുക്കൊരു സംശയം വരികയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, 10-15 വെബ്സൈറ്റ്സ് ഒക്കെ നോക്കിയാലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇന്നാണെങ്കിൽ നമുക്ക് ChatGPTയോടോ ജെമിനിയോടോ ചുമ്മാ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ചോദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. നമുക്കൊരു മാത്ത് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ അത്രയും ഫാസ്റ്റായി കാര്യങ്ങൾ. പിന്നെയുള്ളതാണ് ഡ്രീം മെഷീൻസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഡ്രീം മെഷീൻസ് ഒക്കെ വരുന്നത്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു മെക്കാനിക്കൽ ലെഗുള്ള ഒരു എലിഫൻറ്റിന് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള പ്രോംപ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് എനിക്ക് കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കി, അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ഡ്രീം മെഷീൻസ് ഒക്കെ. പക്ഷേ ഇതെല്ലാം നമുക്ക് സാധ്യമായിട്ട് നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കയ്യിലുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. പക്ഷേ ചില പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ കഴിയാത്തത്. അതായത് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള പല പ്രോബ്ലംസ് നമുക്കുന്നുണ്ട്. പക്ഷേ ഈ കഥകളെല്ലാം ഇന്നലെ വരെ മാത്രമാണ്. കാരണം ഈ പ്രോബ്ലംസിനുള്ള ഉത്തരങ്ങൾ ഇനി ഗൂഗിളിന് തരാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണമുണ്ട് പറയാനായിട്ട്. ഗൂഗിൾ പുതിയൊരു ചിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വില്ലോ. ഇത് നമ്മൾ സാധാരണ കാണുന്ന ചിപ്പല്ല, ഇതൊരു ക്വാണ്ടം ചിപ്പാണ്. വളരെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. അവൈലബിൾ ആയിട്ടുള്ള ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ചെയ്തു തീർക്കാൻ കഴിയാത്ത പ്രോബ്ലംസ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ചിപ്പ് വെച്ചിട്ട് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. ഇതിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ നമ്മുടെ വില്ലോയ്ക്ക് ഒരു പ്രോബ്ലം കൊടുത്തു. ഏകദേശം 5 മിനിറ്റ് എടുത്താണ് വില്ലോ ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്തത്. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് ആ പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം 10-17 ഇയേഴ്സ് എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഇമാജിൻ 10-17 ഇയേഴ്സ്, 1 കഴിഞ്ഞിട്ട് 24 ഒന്ന് ആലോചിച്ച് നോക്കിയോ. നമ്മുടെ പ്രപഞ്ചം ഉണ്ടായിട്ടും അത്രയും കാലഘട്ടമായിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടറിന് സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ മനുഷ്യ ജീവിതത്തെ എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. കൂടുതൽ സയൻസിലേക്ക് പോകാതെ സിമ്പിളായിട്ട് കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലുള്ള സൂപ്പർ കമ്പ്യൂട്ടർ വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ലൈബ്രറിയൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈബ്രറിയൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഇന്ന ഡാറ്റ വേണമെന്ന് പറയാണ്. സോ ഓരോ ബുക്ക് ബൈ ബുക്ക് നമ്മുടെ ലൈബ്രറിയൻ പോയിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിനുള്ള ഔട്ട്പുട്ട് തരും. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വെച്ചാൽ ഓരോ ബുക്ക് ബൈ ബുക്കാണ് സ്കാൻ ചെയ്യുന്നത്. പക്ഷേ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻറ്റയർ ലൈബ്രറി അറ്റ് എ ടൈമിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇന്നുള്ള നോർമൽ കമ്പ്യൂട്ടേഴ്സിന് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടർ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ദ ആൻസർ ഈസ് നോ. കമ്പ്യൂട്ടേഴ്സ് ഡെയിലി വർക്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒന്നല്ല. നമ്മുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുതിയ മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ വളരെയധികം പരിശ്രമിക്കാറുണ്ട്. ദശലക്ഷക്കണക്കിന് രാസവസ്തുക്കൾ പരീക്ഷിക്കുകയും കമ്പ്യൂട്ടർ സിമുലേഷൻ വെച്ച് രോഗം ഭേദമാകാൻ കഴിയുമോ ഇല്ലയോ എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ കമ്പ്യൂട്ടേഴ്സിന് ചിലപ്പോൾ വളരെ 7-8 കൊല്ലമൊക്കെ എടുത്തെന്നിരിക്കാം. എന്നാൽ അതിശക്തമായൊരു ക്വാണ്ടം കമ്പ്യൂട്ടറിന് ഈ ജോലി ഏതാനും മണിക്കൂറുകളിൽ ചെയ്യാൻ സാധിക്കുന്നു. വളരെ ആക്യുറേറ്റ് ആയിട്ട് വേറൊരു കാര്യം പറയാം, വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വെതർ പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കൂളായിരിക്കില്ലേ? പുതിയ മരുന്നുകൾ ആഴ്ചകൾക്കുള്ളിൽ കണ്ടെത്താൻ കഴിഞ്ഞാലോ? ഇതുകൊണ്ടൊക്കെയാണ് ലോകരാജ്യങ്ങൾ ക്വാണ്ടം ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഇത്രയധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ എല്ലാവരും പറയുന്ന മാതിരി ഗ്രേറ്റ് പവർ കം ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇതൊരു പവർഫുൾ ചിപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഇതൊരു ലാർജ്ലി എക്സ്പെരിമെൻ്റൽ ഡിവൈസാണ്. റിയൽ വേൾഡ് പ്രോബ്ലംസ് ഇതിനിപ്പോൾ സോൾവ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ ഈ ഡെക്കേഡിലും സോൾവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യൂബിറ്റ്സ് എന്ന് പറയുന്ന ഒരു തിങ് ഉണ്ട്. ഈ ക്യൂബിറ്റ്സിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ വീഡിയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി. ഓക്കെ, ഇതിൽ ക്യൂബിറ്റ്സ് എന്ന് പറയുന്ന ഒരു തിങ് ഉണ്ട്.
ഈ ക്യൂബിറ്റ്സ് വളരെ ലോ ടെമ്പറേച്ചറിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യുള്ളൂ. വളരെ ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം അബ്സല്യൂട്ട് സീറോ. ഈ ടെമ്പറേച്ചറിൽ നിന്ന് ചെറിയ ഒരു വേരിയേഷനും വലിയ എറേഴ്സിന് കാരണമാകുന്നുണ്ട്. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇപ്പോഴും പ്രാക്ടിക്കലായിട്ട് വരാത്തതിനുള്ള പ്രധാന കാരണം. മൂന്നാമത്തെ ചോദ്യമാണ് ക്വാണ്ടം കമ്പ്യൂട്ടറിന് നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. ചില കമ്പനികളൊക്കെ ക്വാണ്ടം ടെക്നോളജിയെ ഓൾറെഡി ഭയക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ആപ്പിൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ സിസ്റ്റംസിനെ മൊത്തം ക്വാണ്ടം പ്രൂഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ആപ്പിൾ അവരുടെ സെക്യൂരിറ്റി സിസ്റ്റത്തിനെ മൊത്തം ഒരു പവർഫുൾ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡാറ്റ. ഈ ഒരു ഏജിൽ, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ നമുക്ക് എന്തോരം വിലപ്പെട്ടതാണെന്ന് അറിയാമല്ലോ. ഈ ഇൻഫർമേഷനൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്നത് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നിലവിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻക്രിപ്ഷൻ മെക്കാനിക്സ് വരെ വളരെ സിമ്പിളായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. വിശ്വസിച്ചില്ലെങ്കിലും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ക്വാണ്ടം ടെക്നോളജി ഇനി ഒരു സയൻസ് ഫിക്ഷൻ അല്ല. ബ്ലാക്ക് ഹോളിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത്. കാരണം ഇവർ നോക്കിയപ്പോൾ മനസ്സിലായി, പ്രപഞ്ചത്തിനെ പറ്റി പഠിച്ചപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹോൾസ് ഉള്ളതിനുള്ള സോളിഡ് പ്രൂഫ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ സ്ട്രിങ് തിയറി ഉണ്ട്, പാരലൽ വേർഡ് തിയറി ഉണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്കറിയാവുന്ന നമ്മുടെ ഭൂമിക്ക് 3 ഡൈമെൻഷൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ്, വൈ, ഇസെഡ്. 4ാമത്തെ ഡൈമെൻഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ടൈമിനെ കൂട്ടാം. ഓക്കെ, ആക്ച്വലി നമ്മുടെ ഭൂമിക്ക് ടോട്ടൽ 11 ഡൈമെൻഷൻസ് ഉണ്ടെന്നാണ്. വാട്ട് ഇഫ് ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. വാട്ട് ഇഫ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് പോസിബിൾ ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിനെല്ലാം ഉള്ള ആൻസർ കിട്ടാൻ സാധ്യതയുണ്ട്.